പ്രൈസ് ടാഗ് പോലും കളഞ്ഞിട്ടില്ല. ഇതിൻ്റെ റേറ്റ് തന്നെ നോക്കിക്കേ. ഇതൊക്കെ ആരെങ്കിലും ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുമോ അല്ലേ? ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ മറ്റൊരു അഡ്വാൻറ്റേജ് കേട്ടോ. ആരെന്ത് പറഞ്ഞാലും അവള് നല്ലത് ചെയ്യാൻ തീരുമാനിച്ചിട്ട് ഇറങ്ങിയതാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുള്ളത്. ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലെ അരൂക്കുറ്റി വടുതല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത്. ഈ ഷോപ്പിൻ്റെ പേര് ഇസാറ എന്നാണ് അല്ലേ. ഇവിടെ വന്നിരിക്കുന്നതിന് പ്രത്യേകത എന്താണെന്നറിയോ? ഈ ബ്രൈഡലിനൊക്കെ വേണ്ടിയിട്ട് കുറേ ഡ്രസ്സും സാരീസൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ അത്. അത് ഫ്രീ ആയിട്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും അല്ല കേട്ടോ, അത് അർഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഷോപ്പിൻ്റെ ഓണർ ഇസ്മത്താണ് കേട്ടോ. ഇസ്മത്താണ് ഇതിൻ്റെ എല്ലാം ചെയ്യുന്നത്. അതെ, ഇതിന് ഇപ്പം നമ്മുടെ ഈ ആലപ്പുഴ ജില്ലയിൽ ചെയ്യുന്നത് ഞാനാണ്. പിന്നെ അല്ലാതെ ഫസ്റ്റ് ടൈം തുടങ്ങിയത് കണ്ണൂരാണിത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എങ്ങനെയാ ടീമായിട്ടാണോ? എത്ര പേരുണ്ട്? ഞങ്ങളിപ്പോ ഒരു കുറച്ച് ജില്ലകളിലുണ്ട്, ഒരു 8-9 ജില്ലകളിൽ ഇത് ചെയ്യുന്നുണ്ട്. മറ്റേ തിരുവനന്തപുരം ജില്ലകൾ ചെയ്യുന്നുണ്ട് അല്ലേ? കോഴിക്കോട്, കണ്ണൂര്, മലപ്പുറം, പിന്നെ തിരുവനന്തപുരം, ഇവിടെ ആലപ്പുഴ, എറണാകുളം അങ്ങനെയുണ്ട്. എറണാകുളത്തപ്പം ഷോപ്പായിട്ടാണോ? ഇല്ല, അതൊരു വീടിന്റെ അകത്ത് തന്നെ ചെയ്യുന്നതാണ്. അങ്ങനെ വീട്ടിൽ ചെയ്യുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്. മലപ്പുറത്ത് വീട്ടിലാണ് ചെയ്യുന്നത്. വേണ്ടവർക്ക് വന്ന് ഇതേപോലെ പേപ്പറുമായിട്ട് വന്ന് അവര് ഇതിന് അർഹരാണെന്ന് കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് വന്ന് സെലക്ട് ചെയ്തെടുക്കാം. ഇതിന് കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാവേ. ഈ ബ്രൈഡലിന് വേണ്ടിയിട്ടുള്ള ഈ ഡ്രസ്സ് നമ്മൾ പോയി കളക്ട് ചെയ്യാണോ അതോ ആൾക്കാർ കൊണ്ടുത്തരുകയാണോ? കൂടുതലും വരുന്നത് കൊറിയറായിട്ട് അയച്ചിട്ടാണ്. പിന്നെ നമ്മൾ പോയി എടുക്കാറുണ്ട്. പോയി എടുക്കാൻ പറ്റാത്തതാണെങ്കിൽ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട് പോയി എടുത്തുകൊണ്ട് തരാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് ഇത് നമുക്ക് ഇവിടെ എത്തുന്നത്. അപ്പം നോർമലി ഇപ്പോഴത്തെ ജനറേഷനിൽ ആരും ഇങ്ങനെ ചെയ്യത്തില്ല. കാരണം കല്യാണത്തിന് വേണ്ടി അതുപോലെ ഹെവി ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് അവർ അത്രയ്ക്ക് വല്ല ആർഭാടായിട്ടല്ല നടത്തുന്നത്. അത് മാത്രമല്ല, ഈ ഡ്രസ്സസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ വൺ ടൈം യൂസ് ആണല്ലോ, പിന്നെ അത് എടുക്കുന്നുമില്ല. അപ്പൊ ഇങ്ങനെ ഒരു വലിയൊരു കാര്യമാണ് കേട്ടോ നിങ്ങൾ ചെയ്തത്. അത് പ്രത്യേകിച്ച് പറയേണ്ടതാണ്. ഇപ്പൊ ഇസ്മത്ത് പറഞ്ഞ പോലെ ഞങ്ങളും ഫിനാൻഷ്യലി ഇസ്മത്തിന്റെ ഫ്രണ്ട് കൂടെ ആണ് കേട്ടോ. ഇവർക്ക് ബൊട്ടീക്ക് ഉണ്ട്, പിന്നെ ബ്രൈഡൽ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പേര് എന്താ? ഫാത്തിമ. നമ്മുടെ ഇതിലേക്ക് ഫ്രീ ആയിട്ട് ബ്രൈഡൽ മേക്കപ്പ് ചെയ്തു തരുന്ന ആളാണ്. ഓക്കെ ഓക്കെ. ഇതുപോലെ ഇസ്മത്ത് വിളിച്ച് പറയും ഇതുപോലെ ഫിനാൻഷ്യലി പ്രോബ്ലം ഉള്ള കുട്ടികളാണ്. നമ്മൊന്നും നോക്കാറില്ല, കണ്ണടച്ച് ചെയ്തു കൊടുക്കും. കാര്യം അത് എല്ലാ കുട്ടികൾക്കും ആഗ്രഹം ഉണ്ടാവും. അവിടെ മനസ്സ് നിറഞ്ഞിട്ടുള്ള ഒരു പ്രാർത്ഥന. അവിടെ ഞങ്ങള് ഒന്നും നോക്കാറില്ല. പുള്ളിക്കാരിക്ക് അറിയാം, ചില സമയത്ത് ഞാൻ തന്നെ റെന്റിന് എടുത്തിട്ട് അവർക്ക് ഇട്ട് കൊടുക്കും. നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം തോന്നുന്നത്. ഇപ്പം കല്യാണത്തിനൊക്കെ ആകുമ്പോൾ കുറേ പേരുടെ വർക്കിന്റെ എഫേർട്ടാണല്ലോ ആ കല്യാണത്തിന് ആ ഒരു മൂമെന്റിൽ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വലിയൊരു കാര്യമാണ് കേട്ടോ. കാരണം ഡ്രസ്സിൻ്റെത് മാത്രമല്ല, ഇപ്പം ഡ്രസ്സിന് നോർമലി എല്ലാവർക്കും അറിയാം ഒരു 15 ആണ് സ്റ്റാർട്ടിങ് തന്നെ. വലിയൊരു ലെഹങ്കയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 15 ആണ് സ്റ്റാർട്ടിങ്. അപ്പം നോർമലായിട്ടുള്ള ഒരു ഫാമിലിക്ക് അവർക്കും ആഗ്രഹങ്ങളൊത്തിന് അവർക്കും പോകാമല്ലോ. ഇതുണ്ടോ, നല്ല ഹെവി വർക്കുമാണ്. ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചുള്ള സാരിയാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം ഞാൻ കാണിക്കാവേ. എന്ത് ചെയ്ത് ഒരു സംഭവം ഞാൻ കണ്ടായിരുന്നു കണ്ടോ, പ്രൈസ് ടാഗ് പോലും കളഞ്ഞിട്ടില്ല. ഇതിൻ്റെ റേറ്റ് തന്നെ നോക്കിക്കേ. ഇതൊക്കെ ആരെങ്കിലും ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുമോ അല്ലേ? ഇതിൻ്റെ വിത്ത് ബ്ലൗസ് ഉണ്ട് അല്ലേ? ഇതിനകത്ത് കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. ഓക്കെ. പിന്നെ ഏതാണ്ടാ ഉള്ളത്? അതേപോലെ തന്നെ സാരി വേറെ ഉണ്ട്. പിന്നെ കൂടുതലും നമ്മൾ ബ്രൈഡിന് വരുന്നവരുടെ ഇതും സാരി അല്ലേ? കണ്ടോ, മുസ്ലിം ബ്രൈഡിന് ഇങ്ങനെ നെറ്റ് യൂസ് ആക്കാനാണല്ലോ. അതിനുള്ള നെറ്റ് വരെ ഉണ്ടെന്നുള്ളതാണ് സാരി. പിന്നെ ലെഹങ്കയൊക്കെ ഉണ്ട് അല്ലേ? ഇതുണ്ടോ, ഇതൊക്കെ നല്ല ലെഹങ്ക, നല്ല ഹെവി വെയിറ്റുമാണ്. ഇതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ മറ്റൊരു അഡ്വാൻറ്റേജ് കേട്ടോ. ഇത് അതിൻ്റെ ഇത് വരുന്നത് അല്ലേ? ഷോളും എല്ലാം ഉണ്ട്. ഇത് വന്നാൽ ഇവിടെ തന്നെ ഓൾട്രേഷനും എല്ലാം ഉണ്ട്, നല്ല ഫിറ്റ് ആയിട്ടുള്ള. അപ്പം ഡയറക്റ്റ് ഷോപ്പിൽ വരുവാണെന്നുണ്ടെങ്കിൽ അല്ലേ പറ്റുള്ളൂ അല്ലേ ഇങ്ങനത്തെ കേസിന്. പിന്നെ അത് തന്നെയല്ലേ നമുക്ക് ഇതിന് ബ്രൈഡ് വണ്ണമുള്ളതാണോ വണ്ണം കുറഞ്ഞാണോ എന്നൊന്നും നേരത്തെ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവർക്ക് വേണ്ടത് പിന്നെ ഇങ്ങനത്തെ കേസ് നമുക്ക് ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല, ചെയ്ത് കൊടുക്കുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം ഓൺലൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോ അവിടെ ചെല്ലുമ്പോ ഇഷ്ടാവണമെന്നില്ല. പിന്നെ നിവർത്തി അത് തന്നെ. പിന്നെ അത് തന്നെയല്ല, ഈ ക്രിസ്ത്യൻ ബ്രൈഡിന്റെ ഒക്കെ ആണെങ്കിൽ അവരുടെ തീരെ കിട്ടൽ കുറവാണ്. നമുക്ക് അങ്ങനെ വരുമ്പോൾ വൈറ്റ് സാരി അല്ലെങ്കിൽ വൈറ്റ് സാരി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മള് അത്യാവശ്യം നല്ല ലോങ് ആണെന്നുണ്ടെങ്കിൽ മാത്രം കൊറിയർ ആക്കി കൊടുക്കും. ഇല്ലാന്നുള്ളത് കൂടുതലും വന്നെടുക്കാനേ നമ്മൾ പറയാറുള്ളൂ. പിന്നെ അവർക്ക് ബ്രൈഡിനാണെങ്കിലും റെഡി ആവാൻ വേണ്ടി അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ സൗകര്യം ഉണ്ടെങ്കിൽ നമ്മൾ ലോങ് ആണെങ്കിൽ കൂടിയും ചെയ്തു കൊടുക്കും. ഇതെല്ലാം ഇങ്ങനെ തന്നിട്ടുള്ളതാണല്ലേ? ഓർണമെന്റ്സും അതൊക്കെ ഉണ്ടായിരുന്നല്ലേ? ബ്രൈഡ് ഒരുക്കുന്ന ഇപ്പൊ ഞാൻ ഒരുക്കാൻ റെന്റിന് കൊടുക്കുന്ന ഐറ്റംസ് ആണ്. ഇതേപോലെയുള്ള ടീമിനൊക്കെ നമ്മള്
ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കും അല്ലേ? ഓക്കെ. ഇങ്ങനെയൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെങ്ങനെയാന്ന് ഒന്ന് ക്ലിയർ ആയിട്ട് പറയുമോ? പറയാം. ഇതിപ്പോൾ നമ്മൾ ആദ്യം ഓരോരുത്തർ ഈ വീഡിയോ ഒക്കെ കണ്ട് വിളിക്കുന്നവരുണ്ട്. അപ്പോൾ അവർ ആദ്യം ചെയ്യേണ്ടത് വിളിക്കുമ്പോൾ തന്നെ നമ്മൾ വേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ കാസ്റ്റിനും നമ്മൾ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ട, അതായത് അവരിതിന് അർഹരാണെന്ന് നമുക്ക് ഒരു തെളിവും ഇല്ലാതെ കൊടുക്കാൻ പറ്റില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളൊരു ഷോപ്പ് നടത്തുന്നതാണ്, നമ്മൾ ഇത് മേടിച്ചിട്ട് സെയിൽ ചെയ്യുവാണോ എന്നുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നീട് ഒരു പ്രോബ്ലം ഉണ്ടാവാതിരിക്കാനും, പിന്നെ തരുന്നവർ പറയാറുണ്ട് ഇത് അർഹതപ്പെട്ട കൈകളിൽ തന്നെ ചെല്ലണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവരുടെ പ്രാർത്ഥന കിട്ടിയാലാണ് അതിൻ്റെ ഒരു സന്തോഷം എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ട് നമ്മൾ അവരുടെ നിന്ന് ആവശ്യപ്പെടുന്നത്, ഹിന്ദുസ് ആണെങ്കിൽ അവരുടെ അമ്പല കമ്മിറ്റിയിൽ നിന്ന് അവരുടെ ലെറ്റർ പാഡിൽ എഴുതി കൊണ്ടുവരുന്ന, അവരിതിന് അർഹരാണെന്ന് എഴുതി കൊണ്ടുവരുന്ന അവരുടെ പേരും അഡ്രസ്സും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മേടിക്കുന്നത്. വേറെ ഒന്നും അവരുടെ നിന്ന് ഈടാക്കുന്നില്ല. പിന്നെ അതേപോലെ തന്നെ ക്രിസ്ത്യൻസ് ആണെങ്കിലും അതെ, മുസ്ലിംസ് ആണെങ്കിലും അതെ, അവരുടെ നിന്ന് ഈ ഒരു പേപ്പർ അല്ലാതെ നമ്മൾ മറ്റൊന്നും വാങ്ങുന്നില്ല. പിന്നെ അവർക്ക് സൗകര്യപ്പെട്ട ടൈം ഏതാണോ ആ ടൈമിന് വന്ന് അവർക്ക് ഇവിടെ വന്ന് അവർക്ക് മണവാട്ടിനെയും കൂടി കൂട്ടി വന്ന് ഇവിടെ നിന്ന് സാധനം സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ മേക്കപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം അവര് വിളിക്കും. അടുത്തുള്ള ഇല്ല, വരാറുണ്ട് ചിലര് വരും. പിന്നെ അടുത്തുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് പോയി ചെയ്യാം, കുഴപ്പമില്ല. ലോങ് ആണെങ്കിൽ നമുക്ക് അത് അവർക്ക് ഒരു സന്തോഷത്തിന് ചെയ്യണമെങ്കിൽ കൂടിയും വീട്ടിലുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാവാൻ പാടില്ല എന്നുള്ള ഒരു ഇതില് നമുക്ക് അവരോട് അടുത്താണെങ്കിൽ ബുദ്ധിമുട്ടില്ലെങ്കിൽ വരാൻ പറയും, അങ്ങനെ ചെയ്യും. പിന്നെ ഒരുവിധം അടുത്തൊക്കെ ആണെങ്കിൽ ഇത്താ പോയി ചെയ്തോളും. ഈ ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറെ ലോങ്ങിൽ വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവര് വിളിച്ചു ചോദിക്കുമല്ലോ, ഞങ്ങളുടെ കാസ്റ്റിങ്ങിനാണ് ഇന്നതാണ് ഡ്രസ് കോഡ്, അങ്ങനെയൊക്കെ പ്രിഫർ ചെയ്യുമ്പോൾ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത് സജസ്റ്റ് ചെയ്യും. അതെ അതെ, അങ്ങനെ ഇപ്പൊ അവർക്ക് എന്നാലും ഇങ്ങോട്ട് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളിപ്പോ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇത്രയും ഞങ്ങള് ഉള്ള ആൾക്കാരില് റെയിൻബോ ഫ്രീ ബ്രൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഇതിന് ഞങ്ങൾ തന്നെ ഇട്ടേക്കണ പേരാണ് റെയിൻബോ ഫ്രീ ബ്രൈഡ്. അപ്പൊ അതിലേക്ക് ഇപ്പൊ കൊല്ലത്താണ് ഡ്രസ്സ് ഇല്ലാത്തെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ അടുത്തില്ല, ക്രിസ്ത്യൻ ബ്രൈഡിനെങ്കിൽ നേരെ തന്നെ കണ്ണൂർ സബിതായിത്ത അവർക്ക് അത് ഓരോ ആൾക്കാരുണ്ട്. അപ്പൊ നിങ്ങൾ അങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കും, അവരവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യും. അങ്ങനെയാണ്. അപ്പം ഈ വീഡിയോ കാണുന്നവര് ഇപ്പം മറ്റുള്ളവർക്ക് വേണ്ടി കുറേ ഷെയർ ചെയ്യണം കേട്ടോ. കാരണം ഒരുപാട് പേരുണ്ടാവുമല്ലോ, നോർമലായിട്ടുള്ള കുറേ പേര് പറയാതെ വെക്കുന്നതും ചിലർ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ചിലവര് ഹൈഡ് ചെയ്ത് വെക്കുന്നുണ്ടല്ലോ, അവരുടെ ആ ഒരു പുറത്ത് ആ ഒരു ഇമേജ് അവരെ ബാധിക്കുമല്ലോ. അപ്പോൾ ആ നോർമലി ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം കേട്ടോ. കാരണം ഇങ്ങനൊരു തരുന്നവരുടെ എന്നുവെച്ചാൽ എനിക്ക് പറയാനുള്ള വേറൊന്നുമല്ല, തരുന്നവർക്ക് തരാം മനസ്സുണ്ടെങ്കിൽ മാത്രം. പിന്നെ ആരോടും നമ്മൾ നിർബന്ധിച്ച് ചോദിക്കുന്നില്ല. തരുന്നത് നിങ്ങൾക്ക് പിന്നീടും യൂസ് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്ന സാധനം മാത്രം, ഒരിക്കലും വേണ്ടാതിരിക്കുന്ന സാധനം ഇതിലേക്ക് തരരുത്. അങ്ങനെ കിട്ടിയിട്ടുണ്ട്, കാണുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം നമ്മളാണെങ്കിൽ കൂടി പിന്നീട് അത് യൂസ് ആക്കില്ല. പിന്നെ എന്തുകൊണ്ട് നമ്മളെപ്പോലത്തെ ആൾക്കാർ തന്നെയല്ലേ അവരും, ആഗ്രഹം കൊണ്ട് മാത്രം നമ്മുടെ അടുത്ത് നിന്ന് എടുക്കാൻ വരുന്നതാണ്. അവർക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും നല്ല സാധനം തന്നെ തരിക. അപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ബ്രൈഡിന് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പം അങ്ങനെയുള്ള ഡ്രസ്സസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ താഴെ ഞാൻ നമ്പർ മെൻഷൻ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ കൊണ്ട് എത്തിക്കുകയോ അല്ലെങ്കിൽ ഇവർ വന്ന് കളക്ട് ചെയ്യുകയോ അങ്ങനെ ചെയ്തോളൂ കേട്ടോ. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കൊണ്ട് കൊടുക്കണം. പിന്നെ കുറേ കളക്ഷൻ ഉണ്ട്, ഇപ്പോൾ കുറേ എണ്ണം പോയില്ലേ. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ എടുത്തതിന് ശേഷം ഒരുപാട് സാധനങ്ങൾ തീർന്നു. ഇനിയിപ്പോൾ ഒരുപാട് പേര് തരാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് കൊറിയർ ചെയ്യാന്ന് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടായിട്ടാണോ എന്ന് അറിയില്ല, സാധനം എത്തിയിട്ടില്ല. അങ്ങനെയുള്ളവരാണെങ്കിൽ വീണ്ടും കോണ്ടാക്ട് ചെയ്യുക, നമ്മൾ ആരെങ്കിലും വിട്ട് സാധനം എടുപ്പിച്ചോളാം. കാരണം നല്ല ഷോർട്ടേജ് ഉണ്ട്, ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. പൊണ്ടുന്നുണ്ടെങ്കിൽ എല്ലാം മറ്റുള്ളവരുടെ അറിവിലേക്ക് എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഇത് ഈ ഒരു വലിയൊരിത് മാത്രമല്ല, ഗ്രൂമിങ്ങും ഉണ്ട്. നമ്മുടെ ഒരു ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള എല്ലാ പാക്കേജസും ആണ് നമ്മൾ ഈ രണ്ടുപേരും കൊടുക്കുന്നത്. ഈ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, ഇവരൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടല്ലേ. വേണ്ടിയിട്ട് രണ്ട് പെൺകുട്ടികൾ, ഇപ്പൊ എനിക്കൊരു ചെറിയ കുഞ്ഞുള്ള കാരണം അവന് ഇരുത്താത്ത ബുദ്ധിമുട്ട് കാരണം, അല്ലെങ്കിൽ ഞാനായിരുന്നു ഇട്ട് കൊടുക്കുന്നത്. അത് കാരണം ഇപ്പൊ രണ്ട് കുട്ടികൾ എക്സ്ട്രാ എന്റെ ഫ്രണ്ട്സ് ഇപ്പൊ എനിക്ക് അത്യാവശ്യം വന്നപ്പോ അവര് മെഹന്തി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്ന് സഹായിച്ചായിരുന്നു. അപ്പൊ അവരൊക്കെ ഇതേപോലെ ഒന്നും പ്രതീക്ഷയല്ല വരുന്നത്. ഒരു ഏറ്റവും കുറഞ്ഞത് ഒരു 3000 രൂപ ഒരു മൈലാഞ്ചി ഇട്ട് കൊടുക്കുന്ന ആൾക്ക് കൊടുക്കണം. ഇതിപ്പോ അവർക്ക് നമ്മൾ അത് ഫ്രീ ആയിട്ട് മെഹന്തി കൊണ്ടുപോയി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് എന്തൊക്കെ സഹായം നമ്മളെ കൊണ്ട് പറ്റുമോ അത് മാക്സിമം ചെയ്തു കൊടുക്കുന്നുണ്ട് അന്വേഷിച്ചതിന് ശേഷം. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവരിലേക്ക് ഷെയർ ചെയ്യട്ടെ. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ വൺ ടൈം യൂസ് അല്ലേ. അപ്പം വീട്ടിലൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മളിവിടെ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അത് പ്രയോജനപ്പെടും. ഓക്കെ, വെറുതെ ഷെൽഫിൽ വെച്ച് കളയുന്ന സാധനങ്ങളാണ്. അല്ല, നോർമലി ആരും ചെയ്യില്ല കേട്ടോ ഇങ്ങനെയൊക്കെ കൊണ്ട് തരുന്നവരെ. നമ്മൾ ഈ ഒരു ടൈമിൽ എന്താ പറയുക,
അപ്രിഷിയേറ്റ് ചെയ്യാണ്. കാരണം അത് എന്നെക്കാൾ ഉപരിയാണ് ഇങ്ങനെയൊക്കെ കൊണ്ടുതരുന്നത്. കാരണം എൻ്റെ അറിവിൽ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് ഇതെനിക്ക് എന്താ ഇത് ചെയ്യുന്നെന്ന് ഫസ്റ്റ് ടൈം അറിഞ്ഞപ്പോൾ തന്നെ കോട്ടയത്ത് നിന്നൊരു ഡോക്ടർ ഫാമിലി നേരിട്ട് കൊണ്ടു തന്നെ ഒരുപാട് സന്തോഷം തോന്നിട്ടുണ്ട്. മിക്കവരും അവിടെ നിന്ന് കൊറിയർ അയക്കാൻ വേണ്ടിയിട്ട് 10-70-80 രൂപന്റെ ആവശ്യം പോലെയുള്ള ഒരു കൊറിയർ ചെയ്യാതിരുന്നിട്ടുണ്ട്. ഇത് അവർ ആ സമയത്ത് ആ കൊറോണ സമയത്ത് കൊറിയർ ചെയ്യുന്നില്ല മോളെ കൊണ്ടുതരാം, ഇത് ചെയ്യുന്ന ആളെയും കൂടി കാണാലോ എന്നും പറഞ്ഞ് നേരിട്ട് കൊണ്ടു തന്ന സാധനമാണ്. വന്ന് പിന്നെ ഇനി എപ്പോഴെങ്കിലും ചെല്ലുമ്പോ നമുക്ക് എന്താ കോട്ടയത്ത് ഒരു പരിചയക്കാരുണ്ട്, എപ്പോ വന്നാലും കേറിക്കോന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെ ഒരുപാട് പേരെ നമുക്ക് ഇതിന്റെ കോണ്ടാക്ട് ഒക്കെ നിങ്ങൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്? അതെ ഉണ്ട്. 1 വർഷം ആയിട്ടില്ല. അപ്പോൾ എനിക്കറിയാവുന്നതാണ് നല്ല കോസ്റ്റ്ലി ഡ്രസ്സൊക്കെയാണ്. അപ്പോൾ അത് ഇതേപോലെ ഡൊണേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ തന്നെ ചോദിച്ചു, അധികമായിട്ടില്ലല്ലോ, അത് സാരമില്ല, വെറുതെ ഷെൽഫി വെക്കണം, എത്ര ഉപകാരമാണ് മോളെ മറ്റുള്ളവർ യൂസ് ചെയ്യണത്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതുപോലെ കൊടുക്കുന്ന അറിയാം, എനിക്കൊന്നും അറിയണ്ട, നിങ്ങളത് അറിയപ്പെട്ടവർക്ക് കൊടുത്താൽ മതി. അങ്ങനെ നല്ല മൈൻഡുള്ള കുറേ പേര്. അതെ. കാരണം എൻ്റെ സർക്കിളിലുള്ളവരൊക്കെ എനിക്കറിയാവേ, മാരേജ് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ ഒന്ന് ബാക്കിലേക്കാവും, വേണ്ട അത് കുറച്ചുകൂടെ കഴിയിട്ട് അങ്ങനെ. അത് ഈ കൊടുക്കാൻ ഉദ്ദേശിച്ച് എൻ്റെ ഡ്രസ്സ് തന്നെ അതെ. ഞാൻ കൊടുക്കാൻ പോയപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരും ചോദിച്ചു, പ്രത്യേകിച്ച് എടുത്ത് പറയാൻ എൻ്റെ ഹസ്ബൻഡ് തന്നെ പറഞ്ഞു അത് കൊടുക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടും കൊടുക്കുന്നില്ല, ഓക്കെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് 2 ദിവസമൊക്കെ നിന്ന്. എന്നിട്ട് ഞാൻ എൻ്റെ ബ്രദറിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിത് കൊടുക്കണം, വെറുതെ അലമാരിൽ വെച്ചിട്ടാണ്, എന്നെ യൂസ് ആക്കുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ബ്രദറിൻ്റെ കൂടെ കൊണ്ടേ കൊടുത്തിട്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു ഞാനത് കൊടുത്തിട്ടാണ്. അപ്പം പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, അമ്മ എന്തിനാണ് വെറുതെ ഇതിൽ വെച്ച് കളയുന്നതെന്നുള്ളൊരു ഇതിൽ അങ്ങനെ ചെയ്തതേ. പിന്നെ അങ്ങോട്ട് എനിക്ക് സപ്പോർട്ടായിരുന്നു. ആരെന്ത് പറഞ്ഞാലും അവള് നല്ലത് ചെയ്യാൻ തീരുമാനിച്ചിട്ട് ഇറങ്ങിയതാണെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നുള്ള വേണ്ടി. ഇപ്പൊ കൊടുക്കുന്നൊരു കേസ് മാത്രമല്ല കേട്ടോ, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ വന്ന് കളക്ട് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാം. അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ നമ്പർ മെൻഷൻ ചെയ്യാം, ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഞാൻ എടുത്ത് പറയണേ, ലൊക്കേഷൻ വരുന്ന ആലപ്പുഴ ഡിസ്ട്രിക്റ്റ് ആണിത്. അരൂക്കുറ്റി വടുതല ആണ് സ്ഥലം വരുന്നത് കേട്ടോ. ഷോപ്പ് ചെറുതാണെങ്കിലും ഇതിനകത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല ഹൈ ക്വാളിറ്റി സാധനങ്ങളാണ് കേട്ടോ. അത് 48,000 റുപ്പീസിന്റെ ലെഹങ്ക ആയിരുന്നു. അത് കണ്ട ഒരു പെൺകുട്ടി വന്ന്, ക്രിസ്ത്യൻ ബ്രൈഡ് ആയിരുന്നു, വന്ന് കണ്ടപ്പോൾ തന്നെ ഈ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ട് സെയിം ഈ മോഡലൊക്കെ തന്നെ പിസ്ത ഗ്രീൻ കളർ കണ്ടപ്പോൾ തന്നെ ആ പെൺകൊച്ചിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പോൾ അതിൻ്റെ അമ്മ പറയുന്നുണ്ട്, മോള് ഇത് പൊക്കാൻ പറ്റില്ല, നീ ആകെ അശ്വമാണ്, ഇത് പൊക്കിയ നല്ല വെയിറ്റാ. പറഞ്ഞു ഇല്ല അമ്മ, ഇതുപോലത്തെ ഒരെണ്ണം എനിക്ക് എടുക്കണമെങ്കിൽ എന്തായാലും അമ്മക്ക് പറ്റില്ല എന്ന് പറഞ്ഞു. അവർ ബസ്സിനാണ് വന്നത്. എങ്ങനെ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ മോളോട് പറഞ്ഞിട്ടില്ല, എനിക്ക് ഇങ്ങനത്തെ അമ്മക്ക് എടുത്തുതരാൻ എന്തായാലും പറ്റില്ലല്ലോ അവിടെ നിന്ന്, എനിക്കിത് മതി. ആ ഒരു പെൺകുട്ടികൾക്ക് അത് കണ്ടപ്പോൾ ഉണ്ടായ സന്തോഷം. അപ്പം നമ്മൾ എങ്ങനെയാണെങ്കിലും ചേച്ചി ഇത് കൊണ്ടുപോക്കോ, കുഴപ്പമില്ല, അവളുടെ സന്തോഷമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവന്നവരുണ്ട്. സത്യം പറഞ്ഞാൽ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതെ. ചിലർ വന്നിട്ട് സന്തോഷത്തിന് എന്തെങ്കിലും തരട്ടെ നിൽക്കും. അങ്ങനെയുള്ളവരോട് എനിക്ക് ഒന്നും തരണ്ട, അത് തന്നെയല്ല. ചിലർ ചോദിക്കുന്നുണ്ട് കല്യാണ ഡ്രസ്സ് തരാൻ വേണ്ടിയിട്ടൊന്നും ഇല്ല, പകരം പൈസ തരട്ടെ. ഞങ്ങൾ പൈസ ഒന്നും സ്വീകരിക്കുന്നില്ല. അങ്ങനെ പൈസ തരാൻ ആഗ്രഹിക്കുന്നവർ അതിന് പകരം ചപ്പൽസോ അല്ലെങ്കിൽ അതിന് വേണ്ട ഓർണമെന്റ്സോ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ചെറിയ കഷ്ണമാണെങ്കിൽ കൂടിയും അത് ബ്രൈഡിന് പറ്റിയതാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുതരാം. പൈസയായിട്ട് ആരും ഇവിടെ കൊണ്ടുതരണ്ട. പിന്നീട് എന്നുവെച്ചാൽ നമ്മൾ പൈസക്ക് വേണ്ടി ചെയ്യുന്ന അല്ലെങ്കിൽ ഇത് കൊടുത്ത് പൈസയാക്കുന്ന എന്ന് ഉള്ള ഒരു ഇത് ബുദ്ധിമുട്ടിലേക്ക് നമ്മൾ ഇത് ചെയ്ത് മാറരുത്. ഇത്രയും വർഷമായിട്ട് വലിയ പബ്ലിസിറ്റി ഒന്നും ഇല്ലാതെ നമ്മൾ ഇതൊരു സന്തോഷത്തോടെ ചെയ്തു പോണ ഒരു കാര്യമാണ്. അതുപോലെ തന്നെ വലിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്തതുമല്ല. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളിത് പുറത്തേക്ക് അറിയാതെ നമുക്ക് ഡ്രസ്സ് കിട്ടുന്നില്ല. പിന്നെ ഒരുപാട് പേര് വേണ്ടവരാണെങ്കിൽ കൂടിയും അറിയാതെ പോകുമ്പോൾ അവർക്ക് അത് നഷ്ടമാവുക ചെയ്യുന്നത്. അതുകൊണ്ടിട്ട് മാത്രം ഫസ്റ്റ് ടൈമിലൊക്കെ വീഡിയോ ഇട്ട് തുടങ്ങിയത്. അല്ലാതെ ഈ പരിസരത്ത് തന്നെ ഒരുപാട് പേർക്ക് ഇത് അറിയാത്തവരുണ്ട്. ഇവിടെ വന്നിപ്പോൾ എടുക്കുന്നവർക്കാണെങ്കിൽ തന്നെ ഇവിടെ വരുന്നവർ ഫ്രീ ഡ്രസ്സ് എടുക്കാനാണോ അല്ലെങ്കിൽ പൈസ കൊടുത്ത് എടുക്കാനാണോ അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ തരാൻ വന്നവരാണോ ഒന്നും അറിയില്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും എൻ്റെ ഷോപ്പിൽ ഏത് ടൈമിന് വേണമെങ്കിലും വന്ന് ഈ ഡ്രസ്സ് കൊണ്ടുപോകാം. അവർ അർഹരാണെങ്കിൽ മാത്രം ഞാനത് തരുന്നതുമാണ് അന്വേഷിച്ചതിന് ശേഷം. പിന്നെ ഇതിന്റെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാടാ? ടൈമിങ് 11 മണിയൊക്കെ ആവും ഷോപ്പ് തുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 6-7 മണി വരെ എന്തായാലും ഷോപ്പ് ഓപ്പൺ ആയിരിക്കും. ഏത് ദിവസവും നമ്മൾ ചെയ്ത് കൊടുക്കും. കാരണം എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിലും എൻ്റെ സിസ്റ്റർ ആരെങ്കിലും വന്നിട്ട് ഡ്രസ്സ് എടുത്തു കൊടുക്കും, എന്താന്ന് വെച്ചാൽ ചെയ്തോളും. അത് കാരണം അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല. എപ്പോൾ വന്നാലും സാധനം അവർക്ക് കൊടുക്കാം. ഓക്കെ. അപ്പം ഡീറ്റെയിൽ എല്ലാം നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ബ്രൈഡിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഇവരൊരു ടീമായിട്ട് തന്നെ നിന്ന് ചെയ്യുന്നുണ്ട്. എനി ടൈം വിളിച്ചു കഴിഞ്ഞാലും അല്ലേ നമ്മൾ അറ്റൻഡ് ചെയ്യും. അപ്പോൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഓക്കെ.
ഓക്കെ. അപ്പോൾ ഞാൻ അഡ്രസ്സും കാര്യങ്ങളെല്ലാം ഞാൻ മെൻഷൻ ചെയ്തേക്കാം. ഇങ്ങനെ ഓൺലൈൻ്റെ ഇല്ലല്ലോ അല്ലേ? ചെയ്തിട്ടും കാര്യം കാരണം അതന്നെയല്ലേ നമുക്ക് എങ്ങനെയുള്ളവരാണെന്നൊന്ന് കണ്ട് മനസ്സിലാക്കാൻ അതും കൂടെ വേണം. ആ പ്രൂഫ് മറ്റേ ഡയറക്റ്റ് വരുവും കൂടെ ചെയ്യണം അല്ലേ? കഴിച്ചു തരുന്നത് ചിലപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് ഇത് നടക്കുന്നുണ്ട്. എന്താ പറയാ, ചിലപ്പോ അവര് ഡ്രസ്സ് മറിച്ച് വിൽക്കാനാണോ എന്തിനാണോ നമുക്ക് അറിയാൻ പറ്റില്ല. റെന്റിന് കൊടുക്കുന്നത്. ചിലര് ചോദിച്ചിരുന്നു ഇത് ചെയ്യുമ്പോ നിങ്ങൾക്ക് ഇത് റെന്റിന് കൊടുത്തുകൂടെന്ന്. നമുക്ക് അതിന്റെ ആവശ്യമില്ല. നമ്മൾ അതല്ലല്ലോ ഫോക്കസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മെയിൻ. അപ്പോൾ ഞാൻ താഴത്തെല്ലാം ഡീറ്റെയിൽ എല്ലാം മെൻഷൻ ചെയ്തേക്കാം. ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ദെൻ ബൈ.